അപ്പോൾ നമ്മൾ റംബൂട്ടാനിൽ E35 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ഒരു യെല്ലോ റംബൂട്ടാൻ വെറൈറ്റിയുടെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ ഈ യെല്ലോ റംബൂട്ടാൻ യൂഷ്വലി E35 വെറൈറ്റീസാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരു വലിയൊരു മരമായിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ റംബൂട്ടാൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റേ E35ൽ നിന്നും ഇതിൻ്റെ ഒരു ലീഫിനും അല്ലെങ്കിൽ ലീഫ് കുറച്ചും കൂടെ വലുതാണ്. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈവൻ റംബൂട്ടാൻ്റെ ടേസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടെ ഫ്ലഷ് കുറവുള്ള, ഫ്ലഷ് അത്യാവശ്യം സീഡുമായിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന, കുറച്ചും കൂടെ ഒരു സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റ് നോട്ട്സ് ഉള്ള റംബൂട്ടാനാണ്. ഇതും അത്യാവശ്യം നല്ല യെല്ലോയാണ്. ലുക്ക് വൈസ് മറ്റേ റംബൂട്ടാനുമായിട്ട് നല്ല സാമ്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു ബ്രാഞ്ച് പോകുന്നത് ആ സോയിലിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് തന്നെ പല ബ്രാഞ്ചുകളായിട്ടാണ് ഇത് പോകുന്നത്. അതും വലിയ മരമായിട്ടാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ മറ്റേ E35 റംബൂട്ടാൻ്റെ മറ്റേ വീഡിയോയിലുള്ള മരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ട്രങ്കാണ്, അപ്രൈറ്റ് ഫോമിലാണ് അത് നിൽക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഡ്വാഫ് വെറൈറ്റിയാണത്. ഇത്രയും വലിയ മരമായിട്ടുള്ള ഒരു വെറൈറ്റി അല്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിലും ലുക്കിലും മരത്തിലും ഇലയിലൊക്കെ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ E35 S&S എന്ന പേരിട്ട് വിളിക്കുകയാണ്. S&S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് ആൻഡ് സോർ. കാരണം ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേറെ റംബൂട്ടാൻ വെറൈറ്റീസ് ഒന്നും തന്നെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വേറെ നെറ്റിലും കാര്യങ്ങളിലൊന്നും തന്നെ ഒരു റെഫറൻസും ഇല്ല. അപ്പോൾ ഈ റംബൂട്ടാൻ്റെ ഫ്രൂട്ട് വൈസ് ഉള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും E35ൻ്റെ ആ ഒരു സെയിം ലുക്കിലാണ് ഇതിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ആ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ E35ൻ്റെ ജനറലുള്ള മെഡിസിനൽ യൂസസും പിന്നെ അതിൻ്റെ ഒരു കോമ്പോസിഷൻസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി മറ്റേ വീഡിയോയിൽ കൊടുത്തായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇതെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് പുളി എന്ന് വെച്ചാൽ ഒരു സോർനെസ് കുറച്ചും കൂടെ മറ്റേതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. മറ്റേത് ഭയങ്കര സ്വീറ്റാണ്, പക്ഷേ ഇതിനൊരു ചെറിയൊരു സോർ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി കണ്ടൻറ്റ് കുറച്ചും കൂടെ ഹൈ ആയിരിക്കണം എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഔട്ടർ കവറിങ്ങിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പൊട്ടിപ്പോരും. പല രീതിയിൽ പല ഏരിയാസിലായിരിക്കും ഇത് പൊട്ടിപ്പോരുന്നത്. പിന്നെ അതുമല്ല അതിൻ്റെ ആ ഒരു കവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ റംബൂട്ടാന്മാർ കുറച്ചും കൂടെ കട്ടിയുള്ള കവറിങ് അല്ല. ഇത് അത്യാവശ്യം നല്ല ലെതറി ഫിനിഷുള്ള വളരെ തിൻ ലെയർ ആയിട്ടുള്ള ഒരു കവറിങ്ങാണിത്. മറ്റേ റംബൂട്ടാൻ്റേത് കുറച്ച് റിജിഡ് ഫ്ലഷാണ്. പക്ഷേ ഇതിന് കുറച്ചും കൂടി ഒരു ജെല്ലി ടൈപ്പ് ലുക്കാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ജെല്ലി ആയിട്ട് കുറച്ച് വാട്ടറി ആയിട്ട് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുമായി നമുക്കിത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലഷ്. അത്യാവശ്യം മറ്റേതിൻ്റെ ആ ഒരു സെയിം കളറും കാര്യങ്ങളും ഒക്കെ തന്നെ സെയിം ആണ്. ഒരു ട്രാൻസ്ലൂസൻ ലുക്കൊക്കെയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറുതായിട്ട് നമുക്ക് കാണാം, ലൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാണാം. പിന്നെ ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റാണുള്ളത്. അത് ശരിക്കും ജെല്ലിമായിട്ട് ഒരു സ്വീറ്റ് ആൻഡ് സോർ ജെല്ലി പോലെ തന്നെ ഇതിന് വളരെ ജെല്ലി ഫീലും പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. മറ്റേ റംബൂട്ടാൻ്റെ ഒരു ഹാർഡ് മധുരത്തേക്കായും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത് ഇതിൻ്റെ ആ ഒരു സ്വീറ്റ് ആൻഡ് സോർ ഇതാണ്. സോർ നോട്ട് വളരെ ചെറിയൊരു സോർ നോട്ടേ ഉള്ളൂ, കൂടുതലും സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ടൊരു ഓറഞ്ച് കഴിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് തന്നെ വരും. എന്ന് വെച്ചാൽ ടേസ്റ്റ് വൈസ് അല്ല, പക്ഷേ ആ ഒരു സ്വീറ്റ് ആൻഡ് സോർ എഫക്റ്റിൽ. അപ്പോൾ സ്വീറ്റ് ആൻഡ് സോർ ഫ്രഷ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം ഇതായിരിക്കും മറ്റേ റംബൂട്ടാനേക്കായും ഏറ്റവും ഇഷ്ടമാവാൻ സാധ്യത. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണിച്ച മാതിരി തന്നെ ഇത് കയ്യിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരില്ല. കാരണം അതിൻ്റെ ആ സീഡുമായിട്ട് ഈ ഫ്ലഷ് അത്യാവശ്യം നല്ല അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കടിച്ചെടുക്കേണ്ടി വരും. പക്ഷേ അത്യാവശ്യം ഫ്ലഷൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോരും. പക്ഷെ നമുക്ക് കടിച്ച് എടുക്കേണ്ടി വരും. ഈ അണ്ണാനൊക്കെ കരണ്ട് തന്നെ മാതിരി തന്നെ കഴിക്കേണ്ടി വരും. മറ്റേ റംബൂട്ടാൻ്റേത് ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ ആ ഒരു സീഡിൻ്റെ പുറത്തൊരു ഔട്ടർ കവറിങ് ഉണ്ട്, അത് കൂടി പോരും. പക്ഷേ ഇതിൻ്റെ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ആ ഔട്ടർ കവറിങ് പോന്നിട്ടില്ല. ഔട്ടർ കവറിങ് ആക്ച്വലി സീഡുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഈ ഫ്ലഷ് മാത്രമായിട്ടാണ് നമുക്ക് കടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് സ്ക്വീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സ്ക്വീസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലല്ല ഇത് പൊട്ടിപ്പോരുന്നത്,
ഇത് സ്ക്വീസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ താഴത്താണ് ഇത് പൊട്ടിപ്പോരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല ഏരിയാസിലായിട്ടാണ് ഇത് പൊട്ടിപ്പോരുന്നത്. വെറുതെ ഒന്ന് സ്ക്വീസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് അത്രയും ലൈറ്റായിട്ടുള്ള ഔട്ടർ കവറിങ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഈ വെറൈറ്റിയുടെ കുരു വീണ് മുളച്ചേക്കുന്ന തൈകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജൂൺ ജൂലൈ ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം ആ സമയത്താണ് ഇത് കൂടുതലും ഉണ്ടാവുന്നത്. കൂടാതെ തൈ വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മരം കുരുവീണ് മുളച്ചതല്ല, അത് ബഡായിരുന്നു. അത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇതായിരുന്നു ഇവിടെ ഫസ്റ്റ് നട്ട റംബുട്ടാൻ്റെ മരം. അതുകൊണ്ട് തന്നെ റംബുട്ടാൻ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ സ്പെഷ്യൽ വെറൈറ്റിയോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ ചോദിച്ചിരുന്നില്ല. ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ കാണിച്ച E35 എന്ന് പറഞ്ഞ റംബുട്ടാൻ കുരുവീണുണ്ടായതാണ്. പക്ഷേ അത് ഇതിൻ്റെ കുരു വീണിട്ട് ഉണ്ടായതല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.